ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുചേല ദിനമാണല്ലേ. എപ്പോഴാണ് കുചേല ദിനം ആഘോഷിക്കുന്നത്? ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് ആഘോഷിക്കുന്നത്. കുചേലന്റെ യഥാർത്ഥ പേര് സുധാമ എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. സാന്ദീപനി മുനിയുടെ ശിക്ഷണത്തിലായിരുന്നു ഇവർ രണ്ടുപേരും ഗുരുകുല വിദ്യാഭ്യാസം ആരംഭിച്ചത്. അങ്ങനെ വിദ്യാഭ്യാസ സമയത്ത്, ഇപ്പൊ ഗുരുകുലം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ താമസിച്ച് ഗുരുവിനും ഗുരുപത്നിക്കും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടായിരുന്നു പഴയ കാലങ്ങളിലെല്ലാം വിദ്യാഭ്യസിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു ദിവസം കാട്ടില് വിറക് എടുക്കാനായിട്ട് ശ്രീകൃഷ്ണനും സുധാമാവും കൂടെ പോവുകയാണ്. അപ്പോൾ ഗുരുപത്നി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു പിടി അവില് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ആ ഭക്ഷണപ്പൊതി കുചേലന്റെ കയ്യിലായിരുന്നു. അങ്ങനെ അവര് വനത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാം വിറകെല്ലാം ശേഖരിച്ചതിന് ശേഷം പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യാണ്? ഓരോ മരത്തിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ കുചേലന് സുധാമാവിന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആവുകയാണ്. അപ്പം എന്ത് ചെയ്തു? ആ ഭക്ഷണം വിൽപ്പൊതി എടുത്ത് കഴിക്കുകയാണ്. പാവം കൃഷ്ണനോ തളർന്നിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ആ മഴ തോർന്നതിന് ശേഷമാണ് അവർക്ക് തിരിച്ച് വരാൻ കഴിഞ്ഞത്. അപ്പം നാം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു ഭക്ഷണപ്പൊതി ലഭിച്ചു. കുചേലന് കൊടുത്തത്, ഗുരുപത്നി കൊടുത്തത് രണ്ടുപേർക്കും വീതിച്ചെടുക്കേണ്ടതായിരുന്നു. കുചേലൻ എന്ത് ചെയ്യാണ്? അത് മുഴുവൻ കഴിക്കുകയാണ് ഉണ്ടായത്. അപ്പം നാം അത് ഷെയർ ചെയ്ത് കഴിക്കേണ്ടിയിരുന്നു എന്നുള്ള ഒരു വസ്തുത നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അവർ തിരിച്ച് പോയതിനു ശേഷം, വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കണ്ടുമുട്ടുന്നേയില്ല. അങ്ങനെ കുറേ വർഷങ്ങളെല്ലാം കഴിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയുടെ അധിപനാവുകയാണ്. കുചേലന്റെ അവസ്ഥ, സുധാമാവിന്റെ അവസ്ഥ വളരെ ധീനതയായിരുന്നു. വിവാഹമെല്ലാം ചെയ്തു, മക്കളൊക്കെ ഉണ്ടായി. പക്ഷെ അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനുള്ള വക പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുചേല എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം തന്നെ വരുന്നത്, ചേല എന്ന് പറയുമ്പോൾ വസ്ത്രം എന്ന് പറയും. അപ്പോൾ കീറിയ വസ്ത്രം ധരിച്ചവൻ, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്. ഇപ്പൊ സുധാമ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അങ്ങനെയാണ് കുചേലനായത്. അത്രയും ദാരിദ്ര്യാവസ്ഥയായിരുന്നു. പക്ഷെ ഭഗവാനായിരുന്നു മുഴുവനും. അദ്ദേഹത്തിന് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു. ഒന്നിനോടും വലിയ ആഗ്രഹം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലൗകികമായുള്ള ജീവിതത്തിൽ ആഗ്രഹമില്ലാതെ ഭഗവാനിൽ അഭയം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഉണ്ടായിരുന്നത്. അപ്പൊ ഭാര്യയ്ക്ക് ദാരിദ്ര്യം സഹിക്കവയ്യാതായപ്പോൾ, കുട്ടികളൊക്കെ വിശന്ന് കരയുമ്പോൾ അവർക്ക് വിഷമം തോന്നുകയാണ്. അപ്പൊ അവര് പറയാണ്, ഒന്ന് ഭഗവാനെ, നിങ്ങളുടെ സുഹൃത്താണല്ലേ, ഒന്ന് അവിടെ പോയിട്ടൊന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് എന്തെങ്കിലും ഒന്ന് അറുതി വരുമായിരുന്നോ, ഒന്ന് പോയി കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കുചേലന് ആദ്യം ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പോവുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുകയാണ്? വെറും കയ്യിൽ എങ്ങനെയാ പോവുക അല്ലേ? അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുധാമാവിന്റെ ഭാര്യ അടുത്തുള്ള വീട്ടിൽ നിന്നെല്ലാം കുറച്ച് അവില് ശേഖരിച്ച് അതിൽ എല്ലാം വൃത്തിയാക്കിയിട്ട്, കല്ലും എല്ലാം ഉണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം വൃത്തിയാക്കി ഒരു കിഴിയിൽ കെട്ടി കൊടുത്തു വിടുകയാണ്. അങ്ങനെ സുധാമാവ് പോകുമ്പോഴും അദ്ദേഹത്തിന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കണം, ദാരിദ്ര്യം മാറണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. സുഹൃത്തിനെ കാണാൻ പോവുക, അതും കുറേ കാലം കഴിഞ്ഞിട്ട് പോവാണ്. അപ്പൊ അതിന്റെ എത്ര കാലം എനിക്ക് പോവാൻ തോന്നിയില്ല, ഭഗവാനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ എത്തുകയാണ്, കൊട്ടാരത്തിൽ എത്തുകയാണ്. അപ്പൊ ഏത് മന്ദിരത്തിലാണ് ഭഗവാനുള്ളത്, കൃഷ്ണനുള്ളത് എന്നുള്ളതൊന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ കൃഷ്ണൻ ഓടി വരികയാണ് സുധാമാവിനെ കാണുമ്പോൾ. അത്ര കാലമായി അവർ കണ്ടിട്ട് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു, താൻ രാജാവാണ്, ദരിദ്രത്തിൽ കഴിയുന്ന ഒരു സുഹൃത്താണ് എന്നൊന്നും ഇല്ലാതെ. അപ്പൊ നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്തരം കഥകളിലൂടെ പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതെല്ലാം ഇത് തന്നെയാണ്. സുഹൃത്ത് എന്നുള്ളതിന്റെ ആ അർത്ഥം എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ബ്രാഹ്മണൻ എന്നുള്ളതിൽ കാലെല്ലാം കഴുകി കൊടുത്ത ഒരു അതിഥി സൽക്കാരവും ഉറ്റ സുഹൃത്തിനോടുള്ള ആ സ്നേഹവാത്സല്യവും നമുക്ക് ഒന്നോ രണ്ടോ വാക്കുകളിൽ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ഇരുത്തി
അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്ത് അപ്പോൾ രുക്മിണിക്കും സത്യഭാമയ്ക്കും എല്ലാം അതിശയമാവുകയാണ്. എന്താ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം ഉണ്ടാവോ, സുഹൃത്തുക്കള് തമ്മിൽ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹം ഉണ്ടാവോ എന്നുള്ള ഒരു സംശയം തന്നെ വരികയാണ്. അതുപോലെയാണ് ഭഗവാൻ അവർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവർ പഴയ കാര്യങ്ങളെല്ലാം, ആ ഗുരുകുലത്തിൽ നടന്നിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം അവർ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു, സംസാരിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോഴും കുചേലൻ എന്ത് പറയുന്നില്ല, തൻ്റെ ദരിദ്രാവസ്ഥ ഒന്നും പറയുന്നില്ല. പക്ഷെ ഭഗവാൻ എല്ലാം അറിയാം. പക്ഷെ പറയാതെ തന്നെ അന്ന് രാത്രി അവിടെ താമസിച്ച് വളരെ സന്തോഷത്തോടെ പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർ പിരിഞ്ഞു പോവാ. അപ്പൊ രാത്രി കഴിഞ്ഞിട്ട് അപ്പോൾ അത് ചോദിക്കുന്നുണ്ട്, ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും, കുറെ കാലം കഴിഞ്ഞിട്ട് വന്നതല്ലേ എന്നല്ല അല്ലെ. അപ്പൊ അവിലാണ് കുചേലൻ കൊടുക്കുന്നത്. അതും മനസ്സോടെയാണ്, വിഷമമാണ്. കാരണം അത്രയും താൻ ദരിദ്രാവസ്ഥയിലാണ് കഴിയുന്നത്, ഭഗവാന് വേണ്ട ഒന്നും തന്നെ തനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലോ എന്നുള്ളല്ലോ ഒരു വിഷമമല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കൊടുക്കുകയാണ്. അത് കൊടുത്തപ്പോൾ ഭഗവാൻ അങ്ങനെ കഴിക്കുകയും അങ്ങനെ ഒരു പിടി കഴിക്കുകയും അപ്പൊ തന്നെ എല്ലാം മാറി, കുചേലന്റെ കുടിലെല്ലാം മാറിയിട്ട് വലിയ നല്ല ധനാഠ്യന്റെ ഒരു മന്ദിരമെല്ലാം അവിടെ വരികയും എന്നെല്ലാം കഥകളിൽ പറയുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ പിടിയാവിലെടുക്കുമ്പോൾ രുക്മിണി സമ്മതിക്കുന്നില്ല. കാരണം ലക്ഷ്മി ദേവി തന്നെ കുചേലന്റെ ദാസിയായിട്ട് പോകേണ്ടി വരുമെന്നെല്ലാം പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അന്ന് വിശ്രമിക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം തന്നെ രാവിലെ കുചേലൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം നമ്മാവിൽ എന്നുള്ള ഒരു പ്രസാദത്തിന് ഇന്ന് കുചേല ദിനത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ കുചേലന്റെ ആഗ്രഹപ്രകാരമാണോ ഭഗവാൻ എല്ലാ ഭൗതിക സുഖങ്ങളും കൊടുത്തത്? ഒന്നും തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അല്ലെ. ആ കുചേലന്റെ മനസ്സ്, ആ സത്യസന്ധത, എപ്പോഴും ഭഗവാനോടുകൂടിയുള്ള അദ്ദേഹത്തിന്റെ ചിന്തകള്, ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹത്തിനെ ധനാഢ്യനാക്കിയത് എന്ന് സംശയം പറയാം. എന്നിട്ടും ഇത്തരം സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടും അതിൽ അദ്ദേഹം മതിമറന്നു പോയോ? ഒരിക്കലുമില്ല. എങ്ങനെയാണോ മുൻപ് താൻ കഴിഞ്ഞിരുന്നത് ആ ഒരു ജീവിതത്തിൽ തന്നെ കാലം കഴിക്കാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആ ഭക്ത കുചേലനെ നമിച്ചുകൊണ്ട് നമുക്കും കുചേലനാവാൻ കഴിഞ്ഞു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.